വെൽക്കം. ഈ വീഡിയോയിൽ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്റർ ഉപയോഗിച്ച് ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽസ് എങ്ങനെ കൃത്യമായി കണ്ടുപിടിക്കാം എന്ന് പറയുവാനാണ് ശ്രമിക്കുന്നത്. വളരെ ലാബ് റിസൾട്ട്സിനോട് അക്യുറേറ്റ് ആവുന്ന രീതിയിലേക്ക് കൃത്യമായി റിസൾട്ട്സ് ലഭിക്കുവാൻ സാധിക്കുന്ന ഉപകരണങ്ങൾ തന്നെയാണ് ഈ കാണുന്ന ഗ്ലൂക്കോമീറ്റേഴ്സ്. ഈ വീഡിയോക്ക് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഓൺകോൾ പ്ലസ് എന്ന് പറയുന്ന ഒരു ഗ്ലൂക്കോമീറ്ററാണ്. ഏക്കോൺ എന്ന് പറയുന്നതാണ് ഈ ബ്രാൻഡിൻ്റെ നെയിം. ഇതൊരു US ബേസ്ഡ് ബ്രാൻഡാണ്. നമുക്ക് ഗ്ലൂക്കോമീറ്റർ അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു പൗച്ച്, ഒരു യൂസർ മാനുവൽ, പിന്നെ ഒരു ലാൻസിങ് ഡിവൈസ്. ഈ 3 സാധനങ്ങളാണ്. ബോക്സ് മാറ്റി വെക്കുന്നു, യൂസർ മാനുവൽ മാറ്റി വെക്കുന്നു. കൂടുതൽ യൂസർ മാനുവലിലെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. പ്രത്യേകിച്ച് ചെറിയ ഒരു ഹെൽത്ത് ടിപ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം യൂസർ മാനുവലിലെ കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇതിൽ ഈ മീറ്ററിൻ്റെ ട്രബിൾ ഷൂട്ടിങ്, അതായത് എറേഴ്സ് എന്തെങ്കിലും കാണിച്ചാൽ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള പേപ്പർ ഉണ്ട്. ഇതാണ് ലാൻസിങ് ഡിവൈസ്. ഇനി പൗച്ചിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഓക്കെ, സോ ഓപ്പൺ ദ പൗച്ച്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് മീറ്റർ, പിന്നെ മീറ്ററിന് വേണ്ട ബാറ്ററി, ഇത് ലാൻസിങ് ഡിവൈസ്, ലാൻസെറ്റ്സ്, ബാറ്ററി, കോഡ്, സ്ട്രിപ്സ്, ചെക്കിങ് സ്ട്രിപ്സ്, ഇത്രയും സംഗതികളാണുള്ളത്. മീറ്റർ എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ മീറ്ററിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ മീറ്ററിൻ്റെ ഡിസ്പ്ലേ ആണിത്. ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇത് ബാറ്ററി ഇടുന്ന ഏരിയ ആണ്, ഇത് കോഡ് ഇടുന്ന ഏരിയ ആണ്. അപ്പോൾ നമുക്ക് രണ്ടും ഇടാം. ബാറ്ററി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഓപ്പോസിറ്റ് ആണ്, അതായത് നെഗറ്റീവ് താഴെ പോസിറ്റീവ് മുകളിൽ നിന്നാണ്. ഇതാണ് പോസിറ്റീവ് സൈഡ് ഓഫ് ദ ബാറ്ററി. മെൻഷൻഡ് ആണ്, പോസിറ്റീവ് മുകളിലാണ് വരേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ബാറ്ററി ഇടാം. സാധാരണ വാച്ച് കടയിലൊക്കെ ഇടുന്ന ബാറ്ററിയാണത്. CR2032 വാച്ച് കടകളിലൊക്കെ കിട്ടും. ബാറ്ററി സെൽസ് ഷോപ്സിലൊക്കെ കിട്ടും. ഒരു ക്ലിക്ക് സൗണ്ട് വരുന്നവരെ ഇടാം. ഇത് കോഡ് ഇടുന്ന സ്ഥലമാണ്. ഇതിൻ്റെ കോഡ് ഒരു 007 എന്ന് പറഞ്ഞൊരു കോഡ് വരുന്നുണ്ട്. അതേ കോഡിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ സ്ട്രിപ്സും ഉണ്ടാവുക. അപ്പോൾ കോഡ് കൃത്യമായിട്ട് ഇൻസേർട്ട് ചെയ്യുക. വന്നു, ഇത്രയേ ഉള്ളൂ. മീറ്റർ ഇസ് റെഡി ഫോർ യൂസ്. ഈ 007 എന്നുള്ള കോഡ് തന്നെ ആയിരിക്കും ഈ സ്ട്രിപ്പിനും ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ മീറ്റർ സെറ്റാക്കുക എന്നുള്ളത്. ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. S എന്നുള്ള ബട്ടൺ ചുമ്മാ തക്കിയാൽ സ്ക്രീനിൽ ടൈം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് 12 hour 24 hour അങ്ങനെ 2 ടൈം സെറ്റിംഗ് ഉണ്ടല്ലോ. നമ്മൾ 12 hour സെറ്റ് ചെയ്യുകയാണ്. 12 hour ഡേറ്റ് സെറ്റ് ചെയ്യണം. 2025 ജാനുവരി 1 എന്നുള്ള ഡേറ്റാണ് സെലക്ട് ചെയ്യുന്നത്. 11 ഓക്കെ, 11:34 AM എന്നുള്ള ടൈമിലേക്കാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഓഡിയോ ഓൺ. യെസ്, ഓക്കെ. ഇപ്പോൾ മീറ്റർ റെഡി ഫോർ യൂസ് ആണ്. മീറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം ആയി. ഇനി നമുക്ക് ലാൻസിങ് ഡിവൈസ്. ഇപ്പോൾ മീറ്ററിൽ പറയുന്ന ആ ഡേറ്റ് ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഏത് സമയത്തുള്ള റീഡിങ്സ് ആയിരുന്നു അതൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ആ ടൈം കാര്യങ്ങളെല്ലാം കൃത്യമായി സെറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇനി സേഫ്റ്റി ലാൻസെറ്റ്. ഇതാണ് നമുക്ക് ബ്ലഡ് പ്ലക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന ഈ സേഫ്റ്റി ലാൻസെറ്റ് യൂസ് ചെയ്തിട്ട് നേരിട്ട് വേണമെങ്കിൽ ബ്ലഡ് എടുക്കാൻ സാധിക്കും. ഈ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നേരെ പ്ലക്ക് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, കുറച്ചും കൂടി വേദന കുറവായിരിക്കും. പിയേഴ്സിങ് ആവശ്യത്തിന് മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ലാൻസിങ് ഡിവൈസുകൊണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് മനസ്സിലാക്കി തരാം. ഈ ഗ്രേ പോർഷൻ ഈ റിങ്ങിൽ പിടിക്കുക, എന്നിട്ട് തിരിക്കുക ഈ എൻഡിൽ. അപ്പോൾ അത് തുറന്നു വന്നു. ഈ ഭാഗത്താണ് ഈ ലാൻസെറ്റ് ഇടേണ്ടത്. ഇട്ട് കഴിയുമ്പോൾ കാണാം ഒരു ഓറഞ്ച് കളർ വരുന്നത്, ഒരു ക്ലിക്ക് സൗണ്ട് വരും. യെസ്, അതുവരെ ഇട്ട് കഴിഞ്ഞാൽ അത് ലോക്കായി കഴിഞ്ഞു. ഇനി ഈ അറ്റം, ഈ റൗണ്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് സൂചി ഭാഗം മാത്രം കൃത്യമായിട്ട് പുറത്തേക്ക് വരണം. ഇനി ഇത് അടച്ചു വെക്കാം. ഓക്കെ, ഒരു സൗണ്ട് വരുന്നവരെ. ഇനി ഇതിൻ്റെ ഡെപ്ത് എത്ര വേണമെന്നുള്ളതാണ്. കാണാം 0 to 5 ആണ് ഇതിൻ്റെ ലെവൽസ് കാണുന്നത്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ തീരെ താഴത്തോട്ട് പോവില്ല, അതായത് സ്കിന്നിലേക്ക് പിയേഴ്സ് ചെയ്തിട്ട് എത്ര പോകണം എന്നുള്ളതാണ്. നമുക്കൊരു നോർമൽ ഒരു സ്കിന്നിലൊരു ആൾക്കെന്ന് പറയുമ്പോൾ ഒരു 2.5 to
3.5 ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും. കുറച്ചുകൂടി ഹാർഡ് സ്കിൻ, ഒരു ഹാർഡ് ലേബർ അങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാർക്ക് 5 4.5 ഒക്കെ വേണ്ടി വരും. ഇപ്പോൾ ഞാനാണ് ടെസ്റ്റ് ചെയ്യുന്നത്, എനിക്കൊരു 3 ആണ് ഞാൻ ഇടുന്ന ലെവൽ. ഇത് കണ്ടല്ലോ എൻഗേജ്ഡ്. ഇത് ഇങ്ങനെ വലിച്ചു കഴിയുമ്പോഴാണ് ഈ ലാൻസെറ്റ് ലോഡഡ് ആവുന്നത്. ഇത് നെക്കി കഴിയുമ്പോൾ ഇത് എൻഗേജ്ഡ് ആയി. ഇതാ ബാക്കിൽ ഇങ്ങനെയാണ് ലോഡ് ചെയ്യുക. ഓക്കെ, ഇനി നിൽക്കുമ്പോഴാണ് ഇത് പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂചി പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലോഡഡായി, ഇത് എല്ലതുമായി, അതായത് സേഫ്റ്റി ലാൻസെറ്റ് ഇട്ടു, റെഡിയായി. ഇറ്റ് ഈസ് റെഡി ടു യൂസ്. ഇനി സ്ട്രിപ്പിനെ കുറിച്ച് പറയാം. സ്ട്രിപ്പ് ഇതിൻ്റെ കൂടെ 10 സ്ട്രിപ്പ് വരുന്നുണ്ടാവും. അപ്പോൾ സ്ട്രിപ്പ് ഇങ്ങനെ കണക്റ്റഡ് പൗച്ചസ് ആണ്, ഇൻഡിവിജ്വൽ സ്ട്രിപ്സ് ആണ്. ഇൻഡിവിജ്വൽ സ്ട്രിപ്സ് ആവുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്പയറി ലെവൽ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഏകദേശം 2 വർഷം ഷെൽഫ് ലൈഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്ട്രിപ്പ് എങ്ങനെ എടുത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഉണ്ടോ പ്രിഫറേഷൻ ഉണ്ട്, അതുവഴി നന്നായിട്ട് സൂക്ഷിച്ച് കീറുക. അപ്പോൾ സ്ട്രിപ്പ് അവിടെ ഈ വൈറ്റ് സ്പേസ് കാണുന്നിടത്ത് ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ഈ ഭാഗത്ത് ടച്ച് ചെയ്യരുത്, അവിടെ നമ്മൾ ബ്ലഡ് സാമ്പിൾ പോകുന്നത്. അതുകൊണ്ട് ആ ഭാഗത്ത് ടച്ച് ചെയ്യരുത്, ഈ വൈറ്റ് സ്പേസ്. ഈ വൈറ്റ് സ്പേസ് ഉള്ള സ്ഥലമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, മീറ്ററിലേക്ക് ഇറക്കി വെക്കാൻ പോകുന്നത്. ഈ സൈഡ് ഇറക്കി വെക്കരുത്, ഇവിടെയാണ് ബ്ലഡ് സാമ്പിൾ വെക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ മുമ്പ് ഇനി എങ്ങനെ ബ്ലഡ് സാമ്പിൾ വിരലിൽ നിന്ന് എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ കൈ നന്നായിട്ട് വൃത്തിയായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പ്രത്യേകിച്ച് നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നതിന് മുമ്പ് ഉദ്ദേശിക്കുന്ന വിരലെങ്കിലും നല്ലൊരു കോട്ടൺ തുണി കൊണ്ടോ എന്തെങ്കിലും ഒരു ആൽക്കോഹോൾ സ്വാബായിട്ട് തുടക്കാറുണ്ട് ആളുകൾ. ആൽക്കോഹോൾ സ്വാബായിട്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഒരു കോട്ടണോ ടിഷ്യൂ പേപ്പറോ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുന്നത് ഏറ്റവും ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ബ്ലഡ് സാമ്പിളിൽ ചേർന്നിട്ട് ഷുഗർ ലെവൽസ് തെറ്റി വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ എവിടെയാണ് പ്ലഗ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്ലഗ് ചെയ്യേണ്ട ഏരിയ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഈ സെൻസറി പാർട്സിൽ, ഏറ്റവും സെൻസറി ആയിട്ടുള്ള ഈ ടച്ചിങ് പാർട്സിൽ എവിടെയും പ്ലഗ് ചെയ്യാതിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എവിടെയെങ്കിലും സർഫസിൽ മറ്റോ തൊടുമ്പോൾ ടച്ച് ചെയ്യുന്ന ഭാഗമാണ്. മറിച്ച് ഈ സൈഡ് വശങ്ങളിൽ വല്ലതും ടച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, പ്ലഗ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ആഫ്റ്റർ ചെക്കിങ്. അത് മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇത് 3 എന്ന് പറഞ്ഞ ലെവലിലാണ് നമ്മൾ ചെക്ക് ആക്കി വെച്ചിട്ടുള്ളത്. ലോഡഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മെഷീന് ആദ്യം സ്ട്രിപ്പ് ഇടാം. ഇതാ നേരെ ഇട്ട് കഴിയുമ്പോൾ 3 ഡാഷ് വരും, പിന്നെ 007 എന്ന് പറഞ്ഞ കോഡ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൻ്റെ ശേഷം ബ്ലഡ് നിൽക്കാൻ ഉദ്ദേശിക്കുന്ന വിരലിൽ കൃത്യമായിട്ട് നിൽക്കുക. ആദ്യം വരുന്ന ഡ്രോപ്പ് വൈപ്പ് ചെയ്ത് കളയുന്നതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നൊരു ഡ്രോപ്പാണ് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ നല്ലത്. ഇത്ര ബ്ലഡ് സാമ്പിൾ തന്നെ മതിയാവും. ജസ്റ്റ് മെഷീൻ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രിപ്പ് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിപ്പ് വലിച്ചെടുത്തോളും ഈ ആവശ്യമുള്ള ബ്ലഡ് സാമ്പിൾ. റിസൾട്ട്സ് ഇത്രയേ ഉള്ളൂ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ശേഷം നന്നായിട്ട് വൃത്തിയാക്കുക, സ്ട്രിപ്പ് വളരെ ഭംഗിയിൽ ഡിസ്പോസ് ചെയ്യുക, നമ്മളെ ലാൻസെറ്റിൻ്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട്സ് നമുക്ക് ഗോ ബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എന്നുള്ള ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ റിസൾട്ട്, ഡേറ്റ്, മന്ത്, ഡേറ്റ്, ടൈം, ആ സമയത്ത് റിസൾട്ട് എല്ലാം കൃത്യമായി കാണിക്കും. അതേപോലെ തന്നെ അതിൻ്റെ മുമ്പത്തത് അങ്ങനെ എല്ലതും കൃത്യമായിട്ട് ഇങ്ങനെ ഓരോ വെക്കുമ്പോഴും കാണിക്കും. ഞെക്കി കഴിഞ്ഞാൽ ഓഫായി കഴിഞ്ഞു മീറ്റർ. ഓക്കെ, പ്രത്യേകിച്ച് വേറെ ഓഫാക്കാനൊന്നും ചെയ്യേണ്ടതില്ല. വെറുതെ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞ് ഓഫാവും. ഇനി ഈ ലാൻസെറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാൻസെറ്റ് റിമൂവ് ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഗ്രേ പാർട്ടിൽ പിടിച്ചിട്ട് മറ്റേ സൈഡ് തിരിച്ച് പിടിക്കുക. ലാൻസെറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ടിഷ്യൂ മറ്റേ യൂസ് ചെയ്തിട്ട് വലിച്ചാൽ അത് കഴിഞ്ഞ് തിരിച്ച് മൂടി വെക്കാം. സോ ദിസ് ഇസ് ഹൗ യു യൂസ് എ ഗ്ലൂക്കോമീറ്റർ ടു ചെക്ക് ഷുഗർ ലെവൽസ് ഇൻ യുവർ ബ്ലഡ്. ഓൺകോൾ പ്ലസ് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് എങ്ങനെ ബ്ലഡ് ഷുഗർ ലെവൽസ് ടെസ്റ്റ് ചെയ്യാം, അതിൻ്റെ അക്യുറസി ലെവൽ കൂട്ടുവാനായി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ടിപ്സ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻസിൽ ചോദിക്കാം. എക്സ്പ്ലെയിൻസ് അവിടെ കൊടുക്കാം. ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു വീഡിയോ ആയിട്ട് അതിൻ്റെ ലിങ്കും കൊടുക്കാം. ഇത്തരത്തിലാണ് ഞങ്ങൾക്ക് വീഡിയോ ഈ ചാനലിലൂടെ ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. സോ ഇത് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇത് സേവ് ചെയ്യാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും ദയവായി ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.